Dear students, we shall continue our discussions on March 2020 private examination question paper. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ എ പാർട്ടും ബി പാർട്ടും കവർ ചെയ്തതാണ്. ഈ ഒരു വീഡിയോയിൽ പാർട്ട് സിയിലെ 4 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് കവർ ചെയ്യുന്നത്. അപ്പം പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഇൻ എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റിലെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്, പ്രധാന സെഗ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഇൻ എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റ് റെഫേഴ്സ് ടു എവറിത്തിങ് എറൗണ്ട് us ഈസ് ഓഫൺ നോൺ ആസ് ബയോസ്ഫിയർ. നമ്മൾ എൻവയൺമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താ? എൻവയൺമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്ന ബയോസ്ഫിയർ ആണ്. ദി ബയോസ്ഫിയർ ഈസ് കൺസിഡേർഡ് ആസ് എ തിൻ ഷെൽഫ് ഓഫ് മെനി 100 കിലോമീറ്റേഴ്സ് ഓഫ് റേഡിയസ് ദാറ്റ് കവേഴ്സ് ദി എർത്ത്. All forms of life, both living and non-living organisms, evolve and exist within the biosphere. അപ്പം ജീവൻ്റെ എല്ലാ ഫോംസും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളും അതെന്താണ്? അത് ഉത്ഭവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ബയോസ്ഫിയറിലാണ്. ദി നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് എയർ, വാട്ടർ, ഫുഡ് എക്സെട്ര റീസൈക്കിൾ വിതിൻ ദി ബയോസ്ഫിയർ. റീസൈക്ലിംഗ് നടക്കുന്ന ബയോസ്ഫിയറിലാണ്. The environment is made up of 3 segments, namely atmosphere, then hydrosphere and lithosphere. അപ്പോൾ നമ്മളെന്താ എൻവയൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് എന്താ? പ്രധാനമായിട്ടും 3 സെഗ്മെൻറ്റ്സ് ആണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബയോസ്ഫിയറിനെ കുറിച്ചും ഒരു ചെറിയ പാരഗ്രാഫ് കൊടുക്കാം. അപ്പോൾ ഒന്ന് അറ്റ്മോസ്ഫിയർ, ദെൻ ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിതോസ്ഫിയർ. ഈ എല്ലാത്തിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഏത് റെഫറൻസ് ബുക്കിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിതോസ്ഫിയർ. സോ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. നിങ്ങൾ ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റുകളിൽ നിന്നും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടുപിടിച്ച് ആൻസർ തയ്യാറാക്കുക. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്? ഹൗ ക്യാൻ ഇറ്റ് ബി റെഡ്യൂസ്ഡ്? മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? നമ്മൾ ഈ അടുത്ത കാലത്തും ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വായിച്ചതാണ്. നമ്മുടെ വയനാട്ടിലെ ഒരു പ്രത്യേകത എന്താ? വയനാട് കുറുക്കൻമൂല പഞ്ചായത്തിൽ കടുവയിറങ്ങി, പുലിയിറങ്ങി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താണ്? കടുവയുടെ കാൽപ്പാട് കൊണ്ടു, ആടുകളെ പിടിച്ചുകൊണ്ട് പോയി, മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറുകയും മനുഷ്യനും വന്യമൃഗങ്ങളുമായിട്ട് സംഘർഷമുണ്ടാവുകയും ചെയ്യുന്നത്? അപ്പോൾ പ്രധാനമായിട്ടും ദി സ്ട്രഗിൾ ബിറ്റ്വീൻ മാൻ ആൻഡ് വൈൽഡ് ലൈഫ് ഹാസ് ബീൻ ആൻ ഏജ് ഓൾഡ് പ്രോബ്ലം. ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം. Man-wildlife conflict refers to the interaction between man and wild animals and the resultant negative impact on man, his resources, or wild animals or their habitat. അപ്പം മനുഷ്യൻ്റെ മേലും മനുഷ്യൻ്റെ റിസോഴ്സസിൻ്റെ മേലും വന്യജീവികൾക്കും ആ വന്യജീവികളുടെ ഹാബിറ്റാറ്റിൻ്റെ മേലും ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പം മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഫലമായിട്ട് എന്താ? മനുഷ്യനും വന്യജീവികൾക്കും നഷ്ടം സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആവാസം കടന്നു കയറി കഴിഞ്ഞാൽ മനുഷ്യനവയെ കൊല്ലും. മനുഷ്യനവയെ എന്താണ്? കൊന്നു നശിപ്പിക്കാൻ ശ്രമിക്കും. ദെൻ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് വൈൽഡ് ആനിമൽസ് ഈസ് വൺ ഓഫ് ദി മെയിൻ ത്രെറ്റ്സ് ടു ദി കണ്ടിന്യൂഡ് സർവൈവൽ ഓഫ് മെനി സ്പീഷീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഇപ്പം എന്താ? കണ്ടിന്യൂഡ് സർവൈവൽ, പല സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസിൻ്റെ നിലനിൽപ്പിനെ തന്നെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അഫക്റ്റ് ചെയ്യുന്നത് എന്താണ്? മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പം പല വന്യജീവികളും എൻഡേഞ്ചേർഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ഫേസിങ് എക്സ്റ്റൻഷൻ, വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് വൈൽഡ് ആനിമൽസ് ആണ്. ദി കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു losing of crops, livestock, property and sometimes even life of both man and animals. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവൻ നഷ്ടമാകുന്നതിന് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കാരണമാകാറുണ്ട്. ദി ആനിമൽസ്, മെനി ഓഫ് വിച്ച് ആർ
ഓൾറെഡി ത്രട്ടൺ ഓർ എൻഡേഞ്ചേർഡ് ആർ ഓഫൺ കിൽഡ് ഇൻ റിട്ടാലിയേഷൻ ഓർ ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? വന്യജീവികൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി കഴിയുമ്പോൾ അവയെ കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വന്യജീവികൾ കടന്നു കയറി കഴിഞ്ഞാൽ മനുഷ്യനവയെ കൊന്നു നശിപ്പിക്കും. ഇതിലൂടെ എന്താണ്? പല സ്പീഷീസും എൻഡേഞ്ചേർഡ് ആണ്, ഫേസിങ് എക്സ്റ്റിങ്ഷൻ. കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഒന്ന്, ലിമിറ്റഡ് റിസോഴ്സസ്. എന്താ? മനുഷ്യനും ആനിമൽസിനും കൂടിയുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിന്റുകളാണ്. ഞാൻ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് റിസോഴ്സസ് മനുഷ്യനും ആനിമൽസിനും. ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എൻവയോൺമെൻറ്റിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അത് മനുഷ്യനും മൃഗങ്ങളും കൂടെ എന്താണ് ഒരു പ്രോപ്പർ ഷെയറിങ് മെക്കാനിസം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. മാൻ യൂഷ്വലി എൻക്രോച്ചസ് ദി ഹാബിറ്റാറ്റ് ഓഫ് വൈൽഡ് ലൈഫ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Then secondly, increase in population. Both the population of human beings and certain species of wild animals also increase. അപ്പോൾ അതോടുകൂടി എന്താണ്? എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ ഈ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമത്, ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഷ്രിങ്കിങ് ഓഫ് ഹാബിറ്റാറ്റ്സ്. ഇപ്പോൾ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, ഇപ്പോൾ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്താണ്? അത് വിഭജിക്കപ്പെട്ടു പോകുന്നു. ഹാബിറ്റാറ്റിൻ്റെ ഏരിയ ഷ്രിങ്ക് ചെയ്യുന്നു ഡ്യൂ ടു ഇൻക്രീസ് ഹ്യൂമൻ ആക്ടിവിറ്റി. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ ഹൈവേസ് വരുന്നു, അല്ലെങ്കിൽ റെയിൽവേ ലൈനുകൾ വരുന്നു. ഇപ്പോൾ റെയിൽ പ്രോജക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റഡ് ആയിപ്പോകും. വൈൽഡ് ലൈഫിൻ്റെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റഡ് ആയിപ്പോകും. ഇപ്പം അതോടുകൂടി എന്താണ്? ഇപ്പം അവിടെ ആ ഒരു ആവാസ വ്യവസ്ഥ ചുരുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അത് ഷ്രിങ്കിങ്ങിന് കാരണമാകുന്നു. ഇതൊക്കെ മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാകാം. ദെൻ ഫോർ എക്സസീവ് യൂസ് ഓഫ് ഫോറസ്റ്റ് ബൈ മാൻ ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഇപ്പം മനുഷ്യൻ വനങ്ങളിലേക്ക് എൻകോറേജ് ചെയ്യുകയും എക്സസീവായിട്ട് വനവിഭവങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്താണത്? വന്യമൃഗങ്ങളുടെ റൈറ്റിനെ മനുഷ്യൻ പലപ്പോഴും ഹനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. ഫിഫ്ത്ത് വൺ, ഡിക്രീസ് ഇൻ പ്രേ ബേസ്. പ്രേ ബേസ് എന്താണ്? വന്യജീവികൾ ഇര തേടാനുള്ള ഏരിയ കുറഞ്ഞു വരുന്നു. ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞു വരുന്നതോടുകൂടി ഡിക്ലൈൻ ഇൻ ഫോറസ്റ്റ് ഏരിയ ലീഡ്സ് ടു ഡിക്ലൈൻ ദി പ്രേ ബേസ് ഓഫ് വൈൽഡ് ആനിമൽസ്, ഡിക്രീസ് ഇൻ ദി പ്രേ ബേസ് ഓഫ് വൈൽഡ് ആനിമൽസ്. ഇപ്പോൾ പ്രധാനമായിട്ടും എന്താ? ഫ്രാഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഷ്രിങ്കിങ് ഓഫ് ഫോറസ്റ്റും അതിന് കാരണമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? വൈൽഡ് ആനിമൽസ് വിൽ എൻക്രോച്ച് ഇൻ ടു ദി ഹ്യൂമൻ ഹാബിറ്റാറ്റ്. അപ്പം മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു കയറും. കാരണം അവർക്ക് ഇര തേടാനുള്ള ഏരിയ ഷ്രിങ്കായി. ദെൻ സിക്സ്ത് വൺ ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് ഹൈവേസും റെയിൽവേസും ഡാംസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി എന്താണ്? അതെല്ലാം വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിൻ്റെ ഏരിയ കുറയ്ക്കുന്നു. അപ്പം അതോടുകൂടി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറാൻ കാരണമാകുന്നു. ഈ പോയിന്റുകൾ നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു റെഡ്യൂസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഒന്ന്, സ്ട്രോങ്ങർ ഫോറസ്റ്റ് ഗാർഡ്സ്. ഫോറസ്റ്റ് ഗാർഡ്സിൻ്റെ ഏരിയ കൂട്ടുകയും അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുക. ഇൻക്രീസ് ദി നമ്പർ ഓഫ് ഫോറസ്റ്റ് ഗാർഡ്സ് ആൻഡ് പ്രൊവൈഡ് ദം ഗുഡ് ട്രെയിനിങ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ഗുഡ് വെപ്പൺസ്. സെക്കൻഡ്ലി, ഇൻസ്റ്റോളിങ് ഇലക്ട്രിക് ഫെൻസിങ്. ഇലക്ട്രിക് ഫെൻസിങ് ആണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഫെൻസിങ്. അതോടുകൂടി എന്താണ്? മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറ്റി തടയാൻ സാധിക്കും. ഇലക്ട്രിക് ഫെൻസിങ് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്. പക്ഷേ അത് പലപ്പോഴും വന്യജീവികൾ അതിനെ നശിപ്പിച്ചിട്ട് വീണ്ടും മനുഷ്യൻ്റെ ആവാസ മേഖലയിലേക്ക് കടന്നു കയറാറുണ്ട്. ദെൻ ദി തേർഡ് വൺ ഈസ്, സെക്കൻഡ് വൺ എന്താ? പ്രൊട്ടക്റ്റിംഗ് ഐഡൻറ്റിഫൈഡ് ലൊക്കേഷൻസ്. ഈ മൃഗങ്ങൾക്ക് വേണ്ടി ലൊക്കേഷൻസ് അത് കണ്ടെത്തുകയും അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുക. ഫോർത്ത് വൺ ഈസ് ക്രിയേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് വാട്ടർ പോയിൻറ്റ്സ് ഫോർ വൈൽഡ് ലൈഫ്. ഇപ്പം വന്യമൃഗങ്ങൾക്ക് വേണ്ടി ഓൾട്ടർനേറ്റീവ് വാട്ടർ പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പം മനുഷ്യനും വന്യമൃഗങ്ങളും ഒരേ വാട്ടർ പോയിൻറ്റ് ഷെയർ ചെയ്യുന്നത് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. ദെൻ ക്രിയേഷൻ ഓഫ് സേഫ് ആനിമൽ സോൺസ്, എക്സ്പാൻഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് റിസർവ്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റുകൾ ഇതെല്ലാം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കെന്താ ഒരു 15 മാർക്കിൻ്റെ ആൻസറായിട്ട് മാറും.
ഈ പോയിന്റുകളെല്ലാം ഒരു 2-3 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നമുക്കത് ഈ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ദെൻ ദി 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ആൻഡ് എസ് ഓൺ എക്കോ ടൂറിസം. ഇതെല്ലാം റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് വരുന്നതാണ്. എക്കോ ടൂറിസം, ദെൻ എക്കോ ടൂറിസം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കെന്താ ഈ ഗ്രീൻ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്കോ ടൂറിസം, എക്കോ ഫ്രണ്ട്ലി ടൂറിസം ആക്ടിവിറ്റീസ്. Eco tourism refers to a sustainable form of tourism that allows the tourist to see the most pristine form of Mother Nature. ഭൂമിയെ, മദർ നേച്ചറിന് ഏറ്റവും അടുത്തറിയാനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂറിസമാണ് എക്കോ ടൂറിസം. So that local people are benefited without damaging the environment. എക്കോ ടൂറിസത്തിൻ്റെ പ്രത്യേകത എന്താ? ടൂറിസ്റ്റുകൾക്ക് പ്രകൃതിയെ വളരെ അടുത്തറിയുകയും അതുപോലെ തന്നെ ലോക്കൽ ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷെ അവർക്ക് പ്രശ്നങ്ങളില്ലാതെ തന്നെ ബെനിഫിറ്റ് കിട്ടുന്നു. വിതൗട്ട് ഡാമേജിങ് ദി എൻവയോൺമെൻറ്റ്. ഇവ എന്താണ്? എൻവയോൺമെൻറ്റിന് ലെസ് ഡാമേജ് ആണ്, മിനിമം ഡാമേജ് ആണ് എക്കോ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു ട്രാവൽ ടു പ്ലേസസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, then enjoy natural products in every aspects of life and help to preserve the mother nature. അപ്പം ഭൂമിയെ പ്രിസർവ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. Then it is the key to sustainable ecological development. അപ്പം എക്കോ ടൂറിസം is the key to sustainable ecological development. It helps to improve the quality of life of local people by increasing their income through tourism. അപ്പം എക്കോ ടൂറിസം സ്പോട്ടിലെ ലോക്കൽ ആളുകളുടെ, അപ്പോൾ അവിടെ എന്താ, അവിടുത്തെ താമസക്കാർ, അവിടെയുള്ള ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, വരുമാന വർധനവിന് കാരണമാകുന്നു. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ തന്നെ, അപ്പോൾ അവരെ അവരുടെ ജീവനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാതെ നമ്മളെന്താ ചെയ്യുന്നത്? അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോ ടൂറിസം. Ecotourism must make a positive impact on the ecology as well as the economy of a destination. Hence, the tourism industry has developed some guiding principles for ecotourism as detailed below. One is build environmental and cultural awareness. ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ത്രൂ എഡ്യൂക്കേറ്റിംഗ് ബോത്ത് ടൂറിസ്റ്റ് ആൻഡ് ലോക്കൽ പീപ്പിൾ. എന്താണ്? ടൂറിസ്റ്റുകളെയും ലോക്കൽ ആളുകളെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളെന്താ, ഒരു എക്കോ ടൂറിസം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളെയും ലോക്കൽ ആളുകളെയും എക്കോ ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യണം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. Then secondly, low impact tools facilities focus on minimizing the negative footprint on the environment. നമ്മളെന്താ ഈ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്ന ലോക്കലി അവൈലബിൾ ആയിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുമുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചായിരിക്കും. ഇപ്പം ബാംബു കോട്ടേജുകൾ, ഇപ്പം ചില ഏരിയയിലൊക്കെ എന്താ ഈ ബാംബുവിൻ്റെ തന്നെ പാത്തി ഉപയോഗിച്ചായിരിക്കും നമ്മളെന്താ വെള്ളം കൊണ്ടുപോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കുക, ഇതൊക്കെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആക്ടിവിറ്റിയാണ്. അപ്പം ലോ ഇമ്പാക്ട് ടൂൾസ് ഫെസിലിറ്റീസ് ഫോക്കസ് ഓൺ മിനിമൈസിങ് ദി നെഗറ്റീവ് ഫുട് പ്രിൻറ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഇപ്പം ലെസ് കാർബൺ എമിഷൻ, ഇതൊക്കെ ഈ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ 3, യൂസ് റവന്യൂ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ്. എക്കോ ടൂറിസ്റ്റിലൂടെ ലഭിക്കുന്ന വരുമാനം പ്രകൃതി സംരക്ഷണത്തിനും വൈൽഡ് ലൈഫ് കൺസർവേഷനും വേണ്ടി വിനിയോഗിക്കുക. ഫോർ കൺസേൺ ഫോർ ലോക്കൽ പീപ്പിൾ. ഇപ്പം എന്താ, എക്കോ ടൂറിസം സ്പോട്ടിലെ ലോക്കൽസിൻ്റെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ഡെവലപ്മെൻറ്റിനും ആവശ്യമായൊരു പരിഗണന കൊടുക്കുക. കൺസേൺ ഫോർ ലോക്കൽ പീപ്പിൾ ഷാൽ നോട്ട് ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് ഫോർ ലോക്കൽ പീപ്പിൾ ദാൻ ദി ബെനിഫിറ്റ് ദേ ഡിറൈവ്. എക്കോ ടൂറിസം സ്പോട്ടുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ലോക്കൽ ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പം സാധാരണ എക്കോ ടൂറിസം സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ്. ദെൻ 6ാമത്തെ പോയിന്റ് എന്താ, റെഡ്യൂസസ് കാർബൺ ഫുട് പ്രിൻറ്റ്. എക്കോ ടൂറിസം ഹെൽപ്പ് ടു റെഡ്യൂസസ് കാർബൺ ഫുട് പ്രിൻറ്റ്.
പ്രധാനമായിട്ടും കാരണം എന്താ, ഇൻ എക്കോ ടൂറിസം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂട്ടിംഗ് ഈസ് മെയിൻലി ബൈ വാക്ക് ഓൺ ഫുഡ് ഓർ ട്രോളീസ് ഓർ ഹൈബ്രിഡ് ബസ്സസ്. എന്താ ഹൈബ്രിഡ് ബസ്സസ് ഒക്കെ ഉപയോഗിച്ചാണ്. എക്സ്പ്ലെയിൻ ദി പോയിന്റ്സ് ബ്രീഫ്ലി. ഈ പോയിന്റുകളെല്ലാം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യയും കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. India is blessed with all products required for ecotourism activities. Some of the ecotourism delights in India are ആയുർവേദ. അപ്പം ആയുർവേദയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് കൊടുക്കാം. ദെൻ നേച്ചർ സ്റ്റഡി ആൻഡ് ബേർഡ് വാച്ചിങ് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ, ക്യാമൽ സഫാരി ഇൻ ദി ഡെസേർട്സ് ഓഫ് രാജസ്ഥാൻ, എലിഫൻറ്റ് സഫാരി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ കുമരകം, അതുപോലെ തന്നെ എന്താ കേരളാസ് ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ച് ചെറിയ പാരഗ്രാഫ് കൊടുക്കാം. ട്രെക്കിംഗ്, അത് പല സംസ്ഥാനങ്ങളിലും ട്രെക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ക്യാമ്പിംഗ്, ഇന്ത്യയുടെ ഒരു സെനിക് ബ്യൂട്ടി, ആളുകളെ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നു, ക്യാമ്പിംഗ്. ദെൻ ആംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. നമ്മൾ സാധാരണ ഫിഷിംഗ് റോഡ് ഉപയോഗിച്ച് നദികളിലും കുളങ്ങളിലുമൊക്കെ എന്താ ഫിഷിംഗ് ചെയ്യുക, ഫിഷിംഗ് ഒരു ഫെസിലിറ്റി കൊടുക്കുക. ഇതൊക്കെ എക്കോടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിന് ശേഷം ഒരു ചെറിയ കൺക്ലൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ കംപ്ലീറ്റ് ആവും. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് ഗ്യാരണ്ടി ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ആർ പ്രൊവൈഡഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ദി കൺട്രി. ഇപ്പം രാജ്യത്തിൻ്റെ മാഗ്ന കാർട്ടയാണ്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദി ചാർട്ടർ ഓഫ് റൈറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ട് 3യിൽ ആർട്ടിക്കിൾ 12 to 35 കണ്ടെയ്ൻസ് ദി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ദി ഇന്ത്യൻ സിറ്റിസൺസ്. ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ബേസിക് ഹ്യൂമൻ ഫ്രീഡം for a proper and harmonious development of personality of every Indian citizen. These fundamental rights apply to all Indian citizens, irrespective of caste, creed, color, sex, race or place of birth. They are also enforceable by courts subject to certain restrictions. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താ കോടതിയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കാം, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രകാരം എന്താണ്, ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, അതിൻ്റെ അകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, പ്ലേസ് ഓഫ് ബർത്തിന് വ്യത്യാസമില്ല, സെക്സിന് വ്യത്യാസമില്ല. അതപ്പോൾ എല്ലാ സിറ്റിസൺസിനെയും ഈക്വൽസ് ആയിട്ട് കണക്കാക്കി അവർക്ക് ഈക്വൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 അതെന്താണ്? ഗ്യാരണ്ടീസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദെൻ നമ്മൾ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം, ഇൻക്ലൂഡ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഓർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. തുല്യത, ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും തുല്യാവകാശമാണ്. ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ സെക്സിലോ ഒക്കെ പെട്ട ആളുകൾക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അവകാശങ്ങളും അവസരങ്ങളും ഗ്യാരണ്ടി ചെയ്യുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. ദെൻ സെക്കൻഡ്ലി റൈറ്റ് ടു ഫ്രീഡം, ദെൻ ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബ്ലി, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ എക്സെട്ര. ഇതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. നമുക്കെന്താ സംസാര സ്വാതന്ത്ര്യമുണ്ട്, എക്സ്പ്രഷനുണ്ട്. അതാണ് ഈ ആളുകൾ എന്താണ് ആർട്ട് വർക്കിനൊക്കെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് പലരും എടുത്തു കാണിക്കുന്നത്. ഇപ്പം എന്താണ് റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ. ദെൻ റൈറ്റ് ടു അസംബ്ലി, ഒത്തുചേരാനുള്ള അവകാശം, ഏത് പ്രൊഫഷൻ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം, ദാറ്റ് കംസ് അണ്ടർ റൈറ്റ് ടു ഫ്രീഡം.
Then the third right is right against exploitation. ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. The right against exploitation prohibits all forms of forced labor, child labor and trafficking of human beings. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, ചൈൽഡ് ലേബർ, അതുപോലെ ഫോഴ്സ് ലേബർ, ഇതെല്ലാം അത് അബോളിഷ് ചെയ്തിരിക്കുന്നതാണ്, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ ദി ഫോർത്ത് റൈറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഏത് ജാതിയും മതത്തിലും വിശ്വസിക്കാനും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയസ് religion, freedom to manage religious affairs, then freedom from certain taxes and freedom from religious instructions in certain educational institutions. ഇപ്പം മതസംഘടനകൾക്ക് വിദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, ടാക്സ് എക്സംഷൻ ഉണ്ട്. മൈനോറിറ്റികൾക്ക് പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണിത്? നമ്മുടെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നതാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. Cultural and educational rights preserve the right of any citizens to conserve their culture. ഇപ്പം ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും അവരുടെ സംസ്കാരം അത് കൺസേർവ് ചെയ്യാൻ, അത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈനോറിറ്റീസിന്, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് റൺ ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും, ദെൻ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം അത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നതാണ്. ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് ആറാമത്തെ ഒരു റൈറ്റായിട്ട് വന്നിരിക്കുന്നത്. ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് പ്രസൻറ്റ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അവൈലബിൾ ആയിരിക്കുന്നത്. It empowers the citizens to move to a court of law in case any denial of the fundamental rights by fellow citizens or the state. ഇപ്പോൾ സ്റ്റേറ്റോ മറ്റ് ഫെലോ സിറ്റിസൻസോ ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡിനൈ ചെയ്തു കഴിഞ്ഞാൽ കോടതിയുടെ സഹായത്തോടു കൂടി അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയുണ്ട്. അതും കൂടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സിറ്റിസൻസിന് കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഈ ഒരു പാർട്ട് സിയിലെ 4 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു 2 പാർട്ടായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കിയാൽ നന്നായിരിക്കും. ഇത് പ്രൈവറ്റ് സ്റ്റുഡൻസിന് വേണ്ടി ഉള്ളതാണെങ്കിലും ഒരേ സിലബസാണ്. ഇതിൽ വൈഡ് കവറേജ് ഉണ്ട്. ഇതിലെ പല ആൻസേഴ്സും നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റുകളിൽ നിന്നും ലഭിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനും കൂടെ നിങ്ങൾ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ എ വെരി ഈസി എക്സാം.